നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൂന്നുടലും ഒരു മനസ്സുമായിരുന്നു നമ്മള്. അതൊക്കെ മാറി മറിയുന്നോന്നാ ഇപ്പൊ എന്റെ ഭയം. ഓ എന്റെ ചേച്ചി, ഞാൻ ഒരല്പം വൈകിയതിനാണോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏത് കാലത്ത് നമുക്ക് ഒരു മനസ്സ് തന്നെ ആയിരിക്കും ചേച്ചി. ചേച്ചിയുടെ തീരുമാനം തന്നെയായിരിക്കും ഞങ്ങളുടെ ഇഷ്ടം. അതിനപ്പുറമുള്ള ഒരു ഇഷ്ടവും ഒരു തീരുമാനവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഉറപ്പ് തരാൻ ഞങ്ങള്. എപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നാ മതി. അല്ല, ഇതെന്താ നിന്റെ കയ്യില്? ടെക്സ്റ്റൈൽ കവറാണല്ലോ. അതൊരു സാരി ചേച്ചി. നാളെ കല്യാണത്തിന് ഉടുക്കാനായിട്ട് ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ. എല്ലാവർക്കും ഒരേ കളർ സാരി വേണോന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കളർ ഇല്ലാത്തത് കൊണ്ട് തന്നതാ അവള്. എന്നാ പിന്നെ ഞാനിത് കൊണ്ടുവയ്ക്കട്ടെ. ആദ്യം ഒന്ന് മേല് കഴുകണം. നടന്ന് നടന്ന് മുഴുവൻ വേർതിരിക്കുക. ആ പറച്ചിലും പോക്കൊന്നും അത്ര ശരിയല്ലല്ലോ. എവിടെയോ എന്തോ ഒരു പന്തികേട്. കൊള്ളാം. നീ തൊട്ടതല്ല എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാ നീ തന്ന ഈ നാണയങ്ങൾ കൊണ്ടുപോലും എനിക്ക് പ്രണയഹൃദയം ഉണ്ടാക്കാൻ തോന്നുന്നത്. പക്ഷെ നിന്റെ സ്വഭാവം, അതാണ് കടുപ്പം. ഇനിയിപ്പോ പുറത്തു കാണിക്കുന്നത് അഭിനയം മാത്രമാണോ? അറിഞ്ഞൂടാ. പ്രേമം അത് പുറത്തു കാണിക്കാതിരിക്കാനുള്ള അഭിനയം. അങ്ങനെയാണെങ്കിൽ ഈ നാണയം വെച്ച് തന്നെ അത് ടോസ് ചെയ്തൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഹെഡ് വീണാൽ ഇഷ്ടം, ടെയിൽ വീണാൽ വെറുപ്പ്. അയ്യോ, അല്ലെങ്കിൽ വേണ്ട. ഹെഡ് ആണെങ്കിൽ നിനക്ക് എന്നോട് പ്രണയം, ടെയിലാണെങ്കിൽ എനിക്ക് നിന്നോടാണ് പ്രണയം. അങ്ങനെ മതി. അതാവുമ്പോ ഏത് വീണാലും മനസ്സിന് സങ്കടം വരില്ല. അതിക്ക് തന്നേക്ക്. എടാ, തരാൻ പറഞ്ഞില്ലേ? ഇത് തരില്ലെന്ന് മാത്രമല്ല, ദാ ഈ വെച്ചിരിക്കുന്നത് ഞാൻ എടുക്കുകയും ചെയ്യും. അതിക്ക് തിരിച്ചു താടാ. ഈ ചില്ലറ പൈസല്ലേ എന്റെ ഹൃദയമുണ്ട്, അതുകൊണ്ടാ. ഓഹോ, പഴയ പഞ്ചതന്ത്രത്തിലെ കൊരങ്ങനെ ഹൃദയം എടുത്ത് മരത്തിൽ വെക്കുന്നത് പോലെ കൊച്ചേട്ടൻ എന്താ ചില്ലറ പൈസയിലാണോ സ്വന്തം ഹൃദയം എടുത്ത് വെച്ചിരിക്കുന്നത്? പോടാ. ഇത് മനുഷ്യന്റെ ഉള്ളിൽ വിങ്ങുന്ന പ്രണയമാണ്. അതോറിക്കൂടി ഹൃദയമാകുന്ന പരിപാടിയാ. അവളുടെ ഹൃദയം ചില്ലറ പൈസകളായി പകർന്നു തന്നതാണ് അവള്. പ്ലീസ്, നീ ഇത് തിരിച്ചു തന്നാൽ നിനക്ക് ഞാൻ 500 രൂപ തരാം. 500 bucks. തരൂ? തരും. എപ്പോ? ഇപ്പോ. ഉറപ്പ്? ഉറപ്പ്. എന്നാ വേണ്ട. വേണ്ട? വേണ്ട. കൊച്ചേട്ടന്റെ പ്രേമത്തിന്റെ വില കൊച്ചേട്ടൻ തന്നെ അങ്ങ് വെച്ചാ മതി. അപ്പോ ഗുഡ് നൈറ്റ്. താങ്ക്സ്. എനിക്കൊരു പ്രേമം വരുമ്പോ അതിന് വിലയിടാൻ നിൽക്കരുത് കേട്ടോ. മനസ്സിലായി. നിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. പ്രേമം തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ കൊച്ചേട്ടാ? ടോസിട്ട ഹെഡ് ആണോ ടെയിലാണോ എന്ന് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. എന്തായാലും കൊച്ചേട്ടാ എൻജോയ്. അസൂയ അസൂയ. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.